ഹായ്, എൻ്റെ പേര് മീനാക്ഷി. ഞാൻ 2024 ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ നീറ്റ് സ്റ്റോറി കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് സാധാരണ ജൂൺ മുതലാണ് ക്ലാസ് തുടങ്ങാറ്. പക്ഷേ എനിക്ക് ജൂൺ മുതൽ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്തു എന്നല്ലാതെ ഞാൻ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മാർച്ച് പകുതി മുതലാണ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. ക്ലാസ്സസ് എന്ന് പറയാൻ പറ്റില്ല, അത് ആക്ച്വലി ഞാൻ ബ്രില്യൻറ്റിൻ്റെ യൂട്യൂബ് ലൈവുകളും അവരുടെ ചെറിയ ചെറിയ വീഡിയോസ് മാത്രമാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ജൂൺ മാസം എനിക്ക് ലിംഫോമ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്തു. അങ്ങനെ നവംബർ വരെ ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. 8 കീമോ, 10 റേഡിയേഷൻ, അങ്ങനെ അതിൻ്റെ വയ്യെ പോയി. സോ എനിക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ബുക്ക് പോലും ഞാൻ തൊട്ടിട്ടുണ്ടായിരുന്നില്ല. മാർച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ബുക്സ് എടുക്കുന്നത്. അങ്ങനെ പഠിച്ചു. ഒരു സ്കോർ 1.5 months എത്തിക്കാൻ വേണ്ടിയിട്ട് ബ്രില്യൻ്റ് എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. ക്ലാസ് വീഡിയോസ് വളരെ ഇനഫായിരുന്നു. നമുക്ക് അവരുടെ ക്ലാസ് കണ്ടാൽ മാത്രം മതി നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സാംസ് വളരെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും, നീറ്റിന് വരാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും തന്ന് ഓരോ കോൺസെപ്റ്റും വളരെ ക്ലിയർ ആക്കി തന്നു. അങ്ങനെ ഞാൻ മോഡൽ എക്സാംസ് മാത്രം അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഹാഫ് ക്ലാസ്സസും അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ എക്സാമിന് പോയിരുന്നത്. സ്കോർ എത്തിക്കാൻ വേണ്ടിയിട്ട് ബ്രില്യൻ്റ് എൻ്റെ കൂടെ ഒരുപാട് സിറ്റുവേഷൻസ് നിന്നുണ്ട്. പ്രത്യേകിച്ച് എന്നെ പല മൊമെന്റ്സിലും അപ്ലിഫ്റ്റ് ചെയ്ത ഒരാളാണ് കോഴിക്കോട് ഉള്ള ജോർജ് സാറ് വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ എന്താവശ്യത്തിന് വിളിച്ചാലും സാർ എപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യുകയും എൻ്റെ കാര്യങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഓഫ്ലൈൻ ബാച്ചിൽ പോകാൻ നിന്ന ആളാണ്. പക്ഷെ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഓൺലൈനിലേക്ക് മാറുകയാണ് ചെയ്തത്. പക്ഷെ ഓൺലൈനിൽ മാറിയെങ്കിലും എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അത്ര വേഴ്സായിരുന്നു. നിങ്ങൾക്കും ബ്രില്യൻറ്റിനൊപ്പം നിന്നാൽ എന്തായാലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈം പീരീഡ്, നിങ്ങൾ ഹാർഡ് വർക്ക് എടുക്കുന്ന നിങ്ങളുടെ ടൈം പീരീഡിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കോറിലേക്ക് ബ്രില്യൻറ്റ് നിങ്ങൾ എന്തായാലും എത്തിക്കും. കാരണം അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും ക്ലാസ്സസ് ആയാലും അങ്ങനെ എന്തായാലും അവരുടെ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. നമുക്കത് റൈറ്റ് പാത്ത് നമ്മളെ കാണിച്ചു തരും. നമ്മൾ നടന്നാൽ മാത്രം മതി. എല്ലാ ക്ലിയർ ആയിട്ടുള്ള പാത്ത് അവർ കാണിച്ചു തരും. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യു ഗൈസ്. പറ്റുന്ന പോലെ എല്ലാവരും ട്രൈ ചെയ്യൂ. നിങ്ങളെ ഹാർഡ് വർക്കിന് എന്തായാലും വാല്യൂ കിട്ടും. ഞാനൊരു പ്രൂഫായിരിക്കട്ടെ. അപ്പം എല്ലാവരും പറ്റുന്ന പോലെ ശ്രമിക്കുക. ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. നന്നായിട്ട് ഉറങ്ങുക. എന്തായാലും എത്രയൊക്കെ സംഭവിച്ചാലും 6 hours സ്ലീപ്പ് നിർബന്ധമാക്കുക. ദിവസം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. ബോഡി നന്നായിട്ട് വെച്ച് പറ്റുന്ന പോലെ ട്രൈ ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.